ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഈ ഒരു റൗട്ടർ, അതായത് ഒരു സിംഗിൾ ബാൻഡ് റൗട്ടറാണ്. ടെൻഡയുടെ വയർലെസ് N300 എന്ന് പറഞ്ഞ ഒരു വയർലെസ് റൗട്ടറാണ്, സിംഗിൾ ബാൻഡ് റൗട്ടറാണ്. അപ്പോൾ ഈ ഒരു റൗട്ടർ എങ്ങനെ വയർലെസ് ആയിട്ട്, അതായത് നമ്മുടെ മെയിൻ റൗട്ടറിൽ നിന്നും മോഡത്തിൽ നിന്നും വയർലെസ് ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്കിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആ റൗട്ടർ ഓൺ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ ആ റൗട്ടർ പൊട്ടിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അഡാപ്റ്റർ കണക്ട് ചെയ്യുക. ഇത് തന്നെ നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. അഡാപ്റ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗട്ടർ ഓൺ ആവും. ഓൺ ആയി കഴിയുമ്പോൾ അതിനകത്ത് വാൻ എന്ന് പറഞ്ഞൊരു ലൈറ്റ് ആദ്യം ബ്ലിങ്ക് ചെയ്യുന്ന, ആദ്യം സ്റ്റഡി ആയിട്ട് നിൽക്കും. അതിനുശേഷം തൊട്ടപ്പുറത്ത് ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയാണ് നമ്മൾ നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വന്നിട്ട് അവിടെ ഈ ഒരു ടെൻഡ എന്നാണ് നമ്മുടെ ഈ കമ്പനിയുടെ പേര്, റൗട്ടറിൻ്റെ കമ്പനി പേര്. അപ്പോൾ ആ ഒരു ടെൻഡയിൽ ക്ലിക്ക് ചെയ്യുക. ടെൻഡയിൽ ആദ്യം കണക്ട് ചെയ്യുക, നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുക. ടെൻഡയിൽ ആ ഒരു കണക്ഷൻ, ടെൻഡയിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കണക്റ്റഡ് കാണിക്കും, കണക്റ്റ് വരും. അതായത് വേറൊന്നും ചെയ്യേണ്ട, അതിൻ്റെ പാസ്വേഡൊന്നുമില്ല, അത് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ടെൻഡ കണക്റ്റ് ആവുകയാണ്. നോർമലി ഡിഫോൾട്ട് പാസ്വേഡ് പോലും വരുന്നില്ല, കാരണം നോർമൽ റൗട്ടേഴ്സിന് ഡിഫോൾട്ട് പാസ്വേഡ് വരാറുണ്ട്. ഇതിന് ഡിഫോൾട്ട് പാസ്വേഡും ഇല്ല. ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്യുമ്പോൾ, നമ്മളൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് കണക്റ്റഡ് ആവും. പക്ഷേ അത് നോ ഇൻ്റർനെറ്റ് ആണ്. ഇനിയാണ് നമ്മളത് കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് നമ്മളൊരു ടാബ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ 192.168.168.0.1 ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക. സെലക്ട് ചെയ്യരുത്, അടിയിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യരുത്, ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വരും. ടെൻഡയുടെ ഒരു കോൺഫിഗറേഷൻ്റെ ഫസ്റ്റ് പേജ് വരും. അപ്പോൾ ഫസ്റ്റ് പേജ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കോൺഫിഗറേഷൻ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടാണ് ഒരു പേജ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു ഡൈനാമിക് IP സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കാണിക്കും വാൻ പോർട്ട് സെലക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷേ നമുക്കത് വാൻ പോർട്ടിൽ നമ്മൾ കേബിൾ വഴിയല്ല ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്, വയർലെസ് ആയിട്ടാണ് നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡൈനാമിക് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഞാനൊരു ടെസ്റ്റിന് 1-8 വരെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. 1-8 വരെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ടെൻഡയുടെ പേര് നമ്മൾ മാറ്റിയില്ല, ആ ഒരു പാസ്വേഡ് നമുക്കിവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഒന്നുകൂടി വൈഫൈയിൽ പോവാം. വൈഫൈ സെറ്റിങ്സ്, വൈഫൈ എടുക്കുക, വൈഫൈയിൽ നോക്കുക. അപ്പോൾ ടെൻഡ വീണ്ടും നമ്മളത് പാസ്വേഡ് ചോദിക്കും, കണക്റ്റ് കാണിക്കും, കാരണം നമ്മളതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ വീണ്ടും ആ ഒരു പാസ്വേഡ് അടിക്കാനായിട്ട് വരും. അപ്പോൾ ഈ ചേഞ്ച് ചെയ്ത പാസ്വേഡ് 1-8 വരെ അടിക്കുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം കണക്റ്റ് കൊടുക്കുക, കണക്റ്റ് കൊടുക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് കണക്ട് ചെയ്യുമ്പോഴും നോ ഇൻ്റർനെറ്റ് തന്നെ വരും, കാരണം നമ്മളെപ്പോഴും കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ള ജസ്റ്റ് അതിൻ്റെ ആ ഒരു പാസ്വേഡ് സെറ്റപ്പ് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു പേജിലോട്ട് തന്നെ കയറുക, ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ ആ ഒരു സെറ്റപ്പ് പേജിൽ, ടെൻഡയുടെ ആ ഒരു സെറ്റപ്പ് പേജിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ റൗട്ടറിൻ്റെ ആ ഒരു ലോഗിൻ പേജ് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു സെറ്റപ്പിലോട്ട് വരാനുള്ളൊരു പാസ്വേഡ് ഇട്ടിട്ടില്ല എന്നൊരു മെസ്സേജാണ് ആദ്യം വന്നത്. അത് കുഴപ്പമില്ല, നമ്മളത് ക്യാൻസൽ ചെയ്യുക. പാസ്വേഡ് ഇടണമെങ്കിൽ ഇടാം, നമ്മളത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ റൗട്ടറിൻ്റെ ഇപ്പോഴത്തെ കോൺഫിഗറേഷൻസ് ഒക്കെ വരും. വാൻ പോർട്ടിൽ അൺപ്ലഗ്ഡ് ആണെന്ന് പറയുന്നത്, കാരണം നമ്മളതിൻ്റെ വാൻ പോർട്ടിൽ നമ്മളൊന്നും കണക്ട് ചെയ്തിട്ടില്ല, കാരണം വയർലെസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിവൈസ് കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. അതായത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ്, വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വയർലെസ് ആയിട്ട് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഇതാണ് മെയിൻ ഓപ്ഷൻ നമ്മുടെ ഈ റൗട്ടറിലെ വയർലെസ് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. WISP, യൂണിവേഴ്സൽ റിപ്പീറ്റ്, AP മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് വേണ്ടത്, നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു WISP മോഡാണ്. ഈ ഒരു WISP മോഡിൽ ക്ലിക്ക് ചെയ്യുക. WISP മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെലക്ട് വൈഫൈ, നമ്മുടെ ഏത് വൈഫൈ ആണോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വൈഫൈയുടെ പേര് ഇവിടെ തെളിഞ്ഞു വരും. ഇപ്പോൾ ആ വൈഫൈ മാത്രമല്ല, നമ്മളുടെ ഈ സറൗണ്ടിങ്സിൽ ഏതൊക്കെ വൈഫൈ ഉണ്ട് ആ വൈഫൈയുടെ ഒക്കെ പേര് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ അതിനകത്ത് നിന്ന് നമ്മുടെ ഉദ്ദേശിക്കുന്ന വൈഫൈ, അത് ഏത് വൈഫൈയിലോട്ടാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ വൈഫൈ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വൈഫൈയുടെ പാസ്വേഡ് കൂടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ നമുക്ക് ആ സെലക്റ്റഡ് വൈഫൈ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈയുടെ പേര് നമുക്കിവിടെ കാണിക്കാം. അതിനകത്ത് നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്ന ആ വൈഫൈയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ നെറ്റ് ലിങ്ക് റൗട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, താഴത്ത് നമുക്ക് മോഡം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ മോഡത്ത് വെച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ ആ നെറ്റ് ലിങ്കിൻ്റെ പാസ്വേഡാണ് ചോദിക്കുന്നത്. എന്താണ് പാസ്വേഡ് എന്നുള്ളത് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഞാൻ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തു. അതായത് നെറ്റ് ലിങ്കിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡത്തിൻ്റെ ആ ONUവിൻ്റെ പാസ്വേഡ് പേര് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇഫ് യു എനേബിൾ WASP മോഡ് ദ റൗട്ടർ വിൽ റീബൂട്ട്, ആർ യു ഷുവർ ടു എനേബിൾ ദിസ് മോഡ്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് റീബൂട്ട് ആവുമെന്നാണ് പറയുന്നത്. കണ്ടോ, റീബൂട്ട് ആവുന്നുണ്ട്, റീസെറ്റ് ആവുകയാണിത്. അപ്പോൾ ആ ഒരു റീബൂട്ട് പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സക്സസ് ആയെങ്കിൽ നമുക്ക് ആ പറഞ്ഞ നമ്മുടെ ആ മോഡത്തിൽ നിന്ന് നമുക്ക് ഈ വയർലെസ് ആയിട്ട് തന്നെ, ഇപ്പോൾ വേറെ വയറൊന്നും കണക്ട് ചെയ്തിട്ടില്ല, വയർലെസ് ആയിട്ട് തന്നെ ഈ ഒരു റൗട്ടർ നമുക്ക് അപ്പാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയി, 100% ആയി. അതിനുശേഷം നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 10 ഡേയിൽ നെറ്റ് ഇതുവരെയും വന്നിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കണക്റ്റഡായി, 10 ഡേയുടെ റൗട്ടർ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു WLAN ലൈറ്റ് കത്തി മിന്നുന്നുണ്ട്. ആ ഒരു ബ്ലിങ്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ഡേറ്റ ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു സിഗ്നൽ. അതുപോലെ തന്നെ ഈ ഒരു വേറെ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ അറിയാം, കേബിളൊന്നും കുത്തിയിട്ടില്ല, നമ്മൾ വയർലെസ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കണക്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ ഇത് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് വന്നോ ഇല്ലെന്ന് അറിയാൻ പറ്റും. കണക്ഷനിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇൻ്റർനെറ്റ് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റൗട്ടർ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് വയർലെസ് ആയിട്ട് തന്നെ ഇത്തരം ചെറിയ റൗട്ടറുകൾ അധികം റേറ്റൊന്നുമില്ല, നമുക്കൊരു 1000 രൂപ താഴെ ഈ റൗട്ടറിന് വരികയുള്ളൂ. പിന്നെ ഇത് നമുക്ക് ടെക്നീഷ്യൻ നമ്മൾക്ക് വന്ന് സെറ്റ് ചെയ്ത് തരുമ്പോൾ അതിൻ്റേതായ സർവീസ് ചാർജും കൂടി ഉണ്ടാവും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു റൗട്ടർ 10 രൂപയുടെ റൗട്ടർ സെറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകൾ ഷെയർ ചെയ്യുക. അതായത് ആവശ്യമുള്ളവർക്ക്, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ വൈഫൈ കവറേജ് ഇഷ്യൂ ഉള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.